AMDയുടെ Zen 3 കോറുകളും AMDയുടെ റേഡിയോൺ ഗ്രാഫിക്സും കൂടെ ഒന്നിപ്പിച്ച് ഇതാ AMD ഏറ്റവും പുതിയ 5000G സീരീസ് ആക്സലറേറ്റഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ഇറക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ജനറേഷൻ വരെയും APUകൾ ഒരു എൻട്രി ലെവൽ അല്ലെങ്കിൽ എവറിഡേ ടാസ്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സറായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറിയിരിക്കുകയാണ്. ഇപ്പോഴുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 5000G സീരീസിൽ നിങ്ങൾക്ക് 1080p ഗെയിമിങ്ങും കളിക്കാൻ പറ്റും. അതുപോലെ കോണ്ടന്റ് ക്രിയേഷനും വളരെ ആപ്റ്റാണ്. AMD റേഡിയോൺ പവർ ചെയ്തിരിക്കുന്ന പ്രീമിയം ഇൻറ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റുകളാണ് ഈ ഒരു APUകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ള AAA eSports ടൈറ്റിലുകൾ വരെയും ഈ ഒരു പ്രോസസ്സറിൽ 100 FPS കളിക്കാൻ പറ്റും. AMD Ryzen 5000 സീരീസിൽ നമ്മൾക്ക് രണ്ട് പ്രോസസ്സേഴ്സാണ് വരുന്നത്. AMD Ryzen 5 5600Gയും അതേപോലെ തന്നെ AMDയുടെ Ryzen 7 5700Gയും. എന്തായാലും ഈ വീഡിയോയിൽ നമുക്ക് AMDയുടെ Ryzen 5 5600Gനെ കുറിച്ച് വിശദമായിട്ടൊന്ന് നോക്കാം. AMD Ryzen 5 5600 മൾട്ടി ത്രെഡിംഗ് ഉൾപ്പെടുന്ന ഒരു 6 കോർ APU ആണ്. ഈ പ്രോസസറിന്റെ ബേസ് ക്ലോക്ക് വരുന്നത് 3.9 GHz ആണ്. എന്നാൽ മാക്സിമം 4.4 GHz വരെയും ക്ലോക്ക് ചെയ്യാൻ പറ്റും. 5600Gയിൽ നമുക്ക് 19 MBയുടെ കമ്പൈൻഡ് ക്യാഷ് ആണ് വരുന്നത്. അതേപോലെ ഗ്രാഫിക്സിന്റെ കാര്യം നോക്കുവാണെങ്കിൽ AMD റേഡിയോൺ ഗ്രാഫിക്സിന്റെ ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് പ്രോസസർ ആണുള്ളത്. ഇതിനകത്ത് നമുക്ക് 7 കമ്പ്യൂട്ടിംഗ് യൂണിറ്റ്സ് ആണുള്ളത്. മാക്സിമം 1.9 GHz വരെ മാക്സ് ഔട്ട് ചെയ്യാൻ പറ്റും. ലാസ്റ്റ്ലി ഈ APUയുടെ തെർമൽ ഡിസൈൻ പവർ നോക്കുവാണെങ്കിൽ 65 വാട്ട്സ് ആണ്. വളരെ അഫോർഡബിൾ റേഞ്ചുള്ള പ്രോസസർ ആണെന്ന് സ്പെസിഫിക്കേഷനെ കുറിച്ച് എന്തായാലും നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു. പക്ഷേ നമ്പേഴ്സിൽ എങ്ങനെയാണ്, ആക്ച്വൽ പെർഫോമൻസിൽ എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഗ്രാഫുകളൊക്കെ വിശദമായിട്ടൊന്ന് നോക്കാം. ഇതിന്റെ പ്രീവിയസ് ജനറേഷൻ ആയിട്ടുള്ള AMD Ryzen 5 3400G വെച്ച് ഈ ഒരു പ്രോസസർ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഗ്രാഫിൽ കാണിക്കുന്നത്. 5600G 39% ബെറ്റർ ആണ് PC Mark 10ലും അതേപോലെ തന്നെ Cinebench R20 സിംഗിൾ ത്രെഡഡ് ബെഞ്ച് മാർക്ക് നോക്കുമ്പോൾ. അതേപോലെ 23% ബെറ്റർ പെർഫോമൻസ് ആണ് 3D മാർക്ക് ടൈമിൽ നമ്മളൊരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് പെയർ ചെയ്യുമ്പോൾ കാണുന്നത്. ഇനി ഗെയിമിങ്ങിന്റെ കാര്യത്തിൽ വരുമ്പോൾ AMD Ryzen 5 5600G എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് ലീഗ് ഓഫ് ലെജൻഡ്സ്, കൗണ്ടർ സ്ട്രൈക്ക് ഗോ, Dota 2 അതുപോലെ തന്നെ പോപ്പുലർ ആയിട്ടുള്ള AAA ടൈറ്റിൽസ് സിഡ് മെയർസ്, CIV6 അതേപോലെ അസാസിൻസ് ക്രീഡ് ഒഡീസി, ഫോർട്ട്നൈറ്റ്, മെട്രോ എക്സോഡസ് എന്നിങ്ങനത്തെ ഗെയിമുകളും വളരെ നല്ല രീതിയിൽ കളിക്കാൻ പറ്റും. ഈ ഗ്രാഫിൽ നിങ്ങൾക്ക് 5600Gയിലുള്ള ഇൻറ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് പ്രോസസർ ഈ സെയിം പ്രൈസ് ബ്രാക്കറ്റിലുള്ള കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് വിശദമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇതൊക്കെ ഇരിക്കട്ടെ, ഗെയിമേഴ്സിനെ കുറിച്ച് പറഞ്ഞു, ഗെയിമിംഗ് പെർഫോമൻസിനെ കുറിച്ച് കുറേ ഗ്രാഫൊക്കെ കണ്ടു. പക്ഷേ കോണ്ടന്റ് ക്രിയേഷന് ഈ ഒരു പ്രോസസർ എങ്ങനെയായിരിക്കും? ഈ പ്രോസസറിനകത്ത് ഞാൻ ആദ്യമേ പറഞ്ഞു 6 മൾട്ടി ത്രെഡിംഗ് കോറുകളാണ് ഉള്ളതെന്ന്. സോ ഈ ഒരു 6 മൾട്ടി ത്രെഡിംഗ് കോറുകൾ കോണ്ടന്റ് ക്രിയേഷന് പെർഫെക്റ്റ് ആണ്. സോ കോണ്ടന്റ് ക്രിയേഷൻ എത്രത്തോളം പവർഫുൾ ആണ് എന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങളിപ്പോൾ ഹാൻഡ് ബ്രേക്കിൽ വീഡിയോ ട്രാൻസ്കോഡ് ചെയ്യുവാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പിൽ ഇമേജ് എഡിറ്റ് ചെയ്യുവാണ്, എന്തിന് പ്രീമിയർ പ്രോയിൽ അല്ലെങ്കിൽ ഡാവിൻചി റിസോൾവിലൊക്കെ വീഡിയോസ് എഡിറ്റ് ചെയ്യുവാണ്, അല്ലെങ്കിൽ ബ്ലെൻഡറിലൊക്കെ 3D മോഡലിംഗ് ചെയ്യുവാണെങ്കിൽ പോലും ഈ ഒരു പ്രോസസർ വളരെ സ്മൂത്ത് ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യും. അതുമാത്രമല്ല Ryzen 5 5600G ഇതിന് മുന്നേ ഉള്ള പ്രിഡിസസർ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ഈ സെയിം പ്രൈസ് ബാക്കറ്റിലുള്ള കോമ്പറ്റീറ്റേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഗെയിനുകൾ കാണിക്കുന്നുമുണ്ട്. ഇനി അതേപോലെ AMD 5600Gയിൽ ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിലുള്ള ISP AMD റേഡിയോൺ ഗ്രാഫിക്സ് ആണ് പവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ AMD റേഡിയോണിൻ്റെ ടോട്ടൽ സോഫ്റ്റ്വെയർ സ്റ്റാക്കിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് ആക്ച്വലി കുറേയധികം കട്ടിംഗ് എഡ്ജ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. AMD ഫിഡിലിറ്റി, FX, സൂപ്പർ റെസൊല്യൂഷൻ, റേഡിയോൺ ബൂസ്റ്റ്, റേഡിയോൺ ആൻറ്റി ലാഗ്, റേഡിയോൺ ഇമേജ് ഷാർപ്പനിങ്, അതേപോലെ കുറേയധികം റേഡിയോൺ സ്പെസിഫിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഈ ഒരു പ്രോസസറിൽ നമ്മൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് AMDയുടെ ഫിഡിലിറ്റി, FX, സൂപ്പർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ ഫീച്ചർ അഥവാ FSR ആണ്. സോ FSR എന്താണ് ചെയ്യുന്നത്? FSR ആക്ച്വലി നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹാർഡ്വെയറിൽ ചെറിയ സെറ്റിങ്ങുകൾ വ്യത്യാസം വരുത്തി കൂടുതൽ FPS വരുത്തുന്ന ഒരു പരിപാടിയാണ്. അതായത് നിങ്ങൾ FSR ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം 2.4 ടൈംസ് കൂടുതൽ പെർഫോമൻസ് ബൂസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി FSRനകത്ത് നിങ്ങൾക്ക് കുറേയധികം പ്രീസെറ്റുകൾ കാണുന്നുണ്ട്. ഈ പറഞ്ഞ 2.4 ടൈംസ് പെർഫോമൻസ് ബൂസ്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ പെർഫോമൻസ് പ്രീസെറ്റിൽ ഇടണം. അതേപോലെ ബാലൻസ് ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്, അൾട്രാ ക്വാളിറ്റി എന്നിങ്ങനെ കുറേയധികം പ്രീസെറ്റുകൾ ഈ ഒരു കാര്യത്തിലുണ്ട്.
സോ നിങ്ങൾക്ക് ഏത് തരം ഗ്രാഫിക്സ് ആണ് വേണ്ടത്, എത്രത്തോളം FPS ആണ് വേണ്ടത് എന്നുള്ളതനുസരിച്ച് ഈ ഒരു പ്രീസെറ്റുകളെല്ലാം മാറ്റി മാറ്റി നിങ്ങൾക്ക് വേണ്ട രീതിക്ക് കസ്റ്റമൈസ് ചെയ്യാം. സോ FSR സപ്പോർട്ട് ചെയ്യുന്ന ടോപ്പ് ഗെയിമുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോഡ് ഓഫ് വാർ, ഫാർ ക്രൈ 6, പിന്നെ ഹൊറൈസൺ സീറോ ഡോൺ, അതേപോലെ റെസിഡന്റ് ഈവിൽ വില്ലേജ്, അതേപോലെ അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന ഫോർസ്പോക്കൺ, ഡ്രാജി, നോമാൻ സ്കൈ, ഹിറ്റ്മാൻ 3 എന്നിങ്ങനത്തെ ഗെയിമുകളിലും FSR സപ്പോർട്ടുണ്ട്. ഓക്കെ, സമ്മതിച്ചു, നമ്മുടെ Ryzen 5 5600G വളരെ വളരെ നല്ലൊരു പ്രോസസ്സറാണ് ഗെയിമിങ്ങിനും കോണ്ടന്റ് ക്രിയേഷനും. പക്ഷേ ഈ ഒരു പ്രോസസ്സർ വെച്ച് നിങ്ങൾക്കൊരു PC ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ആക്ച്വലി AMD A4 മദർ ബോർഡ്, നമ്മുടെ B450 ചിപ്സെറ്റോ അതിലും ബെറ്റർ ആയിട്ടുള്ള ചിപ്സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോസസ്സർ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ B450 ആണെങ്കിൽ, അല്ലെങ്കിൽ X470 ആണ്, അല്ലെങ്കിൽ A520 ആണ്, അല്ലെങ്കിൽ B550 അല്ലെങ്കിൽ X570 ചിപ്സെറ്റുകളാണെങ്കിൽ ഇതിനകത്തെ വൈഡ് റേഞ്ച് ഓഫ് ചിപ്സെറ്റുകൾ നമ്മൾക്ക് ഈ ഒരു പ്രോസസ്സർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ എന്താ പറയുക, വളരെ നല്ല വേരിയിങ് ആയിട്ടുള്ള പ്രൈസ് റേഞ്ചുകളിൽ നമുക്ക് ഈ ഒരു ചിപ്സെറ്റ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സർ യൂസ് ചെയ്യാൻ പറ്റുന്ന മദർ ബോർഡ്സും അവൈലബിൾ ആണ്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന മദർ ബോർഡുകളിൽ ഏതെങ്കിലും മദർ ബോർഡാണ് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ളതെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമായി. നിങ്ങൾ ജസ്റ്റ് മദർ ബോർഡിൻ്റെ വെബ്സൈറ്റിൽ സപ്പോർട്ട് പേജിൽ പോയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ബയോസിൻ്റെ ഈ പറഞ്ഞിരിക്കുന്നതോ അല്ലെങ്കിൽ അതിന് മുകളിലായിട്ടോ അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ആ ഒരു അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് AMD Ryzen 5 5600G യൂസ് ചെയ്യാൻ പറ്റും. ഇനി AMD വെച്ചിട്ട് നമ്മളൊരു PC ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി അതിൽ കുറേയധികം അഡ്വാൻറ്റേജുകളുണ്ട്. അതായത് നിങ്ങളങ്ങനെ ഒരു PC ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ ബിൽഡ് ചെയ്യുന്നതിലും നിങ്ങൾക്ക് കുറേയധികം കാര്യങ്ങൾ റെഡീം ചെയ്യാൻ പറ്റും. ശരിയാണ്, നിങ്ങൾക്ക് കട്ടിംഗ് ഏജ് ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡൗൺലോഡബിൾ കോണ്ടന്റുകൾക്കും എലിജിബിലിറ്റി ഉണ്ടാവും. അതേപോലെ തന്നെ കുറേയധികം AAA ടൈറ്റിൽ ആയിട്ടുള്ള ഗെയിമുകളും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ AMDയുടെ പ്രോസസ്സർ അല്ലെങ്കിൽ AMD റേഡിയോൺ ഗ്രാഫിക്സ് ഉപയോഗിക്കുവാണ്, അത് വെച്ചാണ് PC ബിൽഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, സോ നിങ്ങൾ AMD 5000G സീരീസിലുള്ള ഒരു പ്രോസസ്സർ വെച്ചാണ് PC ബിൽഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് Xboxൻ്റെ ഗെയിം പാസ് അത് 1 മന്തിൻ്റെ സബ്സ്ക്രിപ്ഷന് നിങ്ങൾ എലിജിബിൾ ആവും. അല്ല നിങ്ങൾ AMD Ryzen പ്രോസസ്സറാണ് ഉപയോഗിക്കുന്നത്, AMD റേഡിയോൺ ഗ്രാഫിക്സ് ആണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അഡീഷണലി Xboxൻ്റെ ഈ ഒരു ഗെയിം പാസിൽ 1 മന്ത് എക്സ്ട്രയ്ക്ക് എലിജിബിൾ ആവും. സോ നിങ്ങൾക്ക് Xboxൻ്റെ ഗെയിം പാസും കൂടെ കിട്ടുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ള AAA ടൈറ്റിൽസ് ഒക്കെ നിങ്ങൾ ഈ ഒരു പ്രോസസ്സർ മേടിച്ച് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്ത് കളിച്ചു തുടങ്ങാം. ആക്ച്വലി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ AMD റിവാർഡ്സിൽ ഗെയിം റിഡംഷൻ പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ വിശദമായിട്ട് ഈ ഒരു URL പോയി കഴിഞ്ഞാൽ വിശദമായിട്ട് അറിയാൻ പറ്റും. സോ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും AMDയുടെ 5000G സീരീസ് ഒരു ഗെയിമർക്കായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർക്കായിക്കോട്ടെ വളരെ നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലായിരുന്നു. നിങ്ങളൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു PC ബിൽഡ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വെർത്തായിട്ടുള്ള ഒരു നല്ല പെർഫോമൻസ് തരുന്ന ഒരു പ്രോസസ്സർ തന്നെയാണെന്ന്. ഏതായാലും AMD Zen 3 കോറും അതേപോലെ AMD റേഡിയോൺ ഗ്രാഫിക്സും കൂടെ പെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം അത് വളരെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ് എന്ന്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സെല്ല ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.